നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. യാത്ര തിരിക്കും. ദുബായിൽ നിന്നും ഐറിഷ് പൗരന്മാരുമായുള്ള വിമാനം ഇന്ന് വൈകിട്ട് യാത്ര തിരിക്കും. വിദേശകാര്യ മന്ത്രാലയമാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. വിൽപ്പന നിരോധിക്കും. 18 താഴെയുള്ള കുട്ടികൾക്ക് നിക്കോട്ടിൻ പൗച്ചുകൾ വിൽക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തും. പുതിയ നിയമം കൊണ്ടുവരാൻ സർക്കാർ. ഇന്ധനവിലയിൽ കുതിപ്പ്. അയർലൻഡിലെ റീറ്റെയിൽ വ്യാപാരികൾ ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതായി പരാതി. വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്ന് പ്രതിപക്ഷം. ചിലവിടേണ്ടി വരിക 59 മില്യൺ യൂറോ. ചന്ദ്ര ചുഴലിക്കാറ്റിനെ തുടർന്ന് തകർന്ന റോഡുകൾ ശരിയാക്കാൻ ചിലവിടേണ്ടി വരിക 59 മില്യൺ യൂറോ. 300ഓളം റോഡുകളാണ് നശിച്ചത്. ഡ്രോപ്പ് ഓഫ് സോണിലെ കാർ പാർക്കിംഗ് നിരക്കുകൾ വർദ്ധിപ്പിച്ച് ബെൽഫാസ്റ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം. 10 മിനിറ്റ് നേരത്തേക്ക് ഇനി മുതൽ 5 പൗണ്ടാണ് കാർ ഡ്രൈവർമാർക്ക് പാർക്കിംഗിനായി നൽകേണ്ടി വരിക. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ അയർലൻഡിലുള്ളവർക്ക് മുന്നറിയിപ്പ്. 72 മണിക്കൂർ നേരത്തേക്കുള്ള അവശ്യ സാധനങ്ങൾ കയ്യിൽ കരുതണമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. ശക്തമായ മഴ ലഭിച്ചതോടെ അയർലൻഡിലെ ഈർപ്പമേറിയ മാസമായി ഫെബ്രുവരി മാറി. ചരിത്രത്തിൽ തന്നെ ഏറ്റവും നടുള്ള 19ാമത്തെ ഫെബ്രുവരി മാസമായിരുന്നു കഴിഞ്ഞുപോയത്. ബോട്ട് റേസ് അടുത്ത മാസം. അയർലൻഡിലെ ആവേശത്തിലാഴ്ത്താൻ കേരള ഹൗസ് ബോട്ട് റേസ് ഇക്കുറിയും എത്തുന്നു. അടുത്ത മാസം 26 ഞായറാഴ്ചയാണ് മത്സരങ്ങൾ. ഒമാനിലേക്ക് പ്രത്യേക വിമാനം. മിഡിൽ ഈസ്റ്റിൽ നിന്നും ഐറിഷ് പൗരന്മാരെ തിരികെ രാജ്യത്തേക്ക് എത്തിക്കാൻ അയർലൻഡ് സർക്കാർ. ഇതിനായി ഒമാനിൽ നിന്നും പ്രത്യേക വിമാനം ചാർട്ടർ ചെയ്യും. ഭാരവാഹികൾ ചുമതലയേറ്റു. ക്ലോണ്ടാൽക്കിൻ കിൽകാർബറി ഗ്രേഞ്ച് മലയാളി അസോസിയേഷന് പുതിയ നേതൃത്വം. പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. പശ്ചിമ ഏഷ്യയിൽ നിന്നും പൗരന്മാരെ ഒഴിപ്പിക്കാൻ US സൈനിക വിമാനങ്ങൾ ഒരുക്കുന്നതായി റിപ്പോർട്ട്. ഇറാനിൽ ആഭ്യന്തര വിപ്ലവത്തിന് US കുർദിഷ് സായുധ സംഘങ്ങളുമായി ചർച്ച നടത്തി. നടനും TVK നേതാവുമായ വിജയുടെ റാലിക്കിടെ വീണ്ടും അപകടം. 6 പേർക്ക് പരിക്ക്. റഷ്യയിൽ നിന്നും കൂടുതൽ S-400 വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം വാങ്ങാൻ ഇന്ത്യ. 5 സ്ക്വാഡ്രണുകളാണ് വാങ്ങുക. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരം. സെക്രട്ടേറിയറ്റിന് മുൻപിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെഞ്ചമിൻ നെതന്യാഹുവും ഇരട്ട സഹോദരങ്ങളെ പോലെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാലക്കാട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിസ്ത്യാനോയ്ക്ക് പരിക്ക്. പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പരിക്ക്. സൗദി പ്രോ ലീഗിനിടെയായിരുന്നു സംഭവം. റാങ്കിങ്ങിൽ കുതിച്ച് സഞ്ജു. T20 ലോകകപ്പ് സൂപ്പർ 8 മത്സരത്തിന് പിന്നാലെ സ്ഥാനം മെച്ചപ്പെടുത്തി സഞ്ജു. 25 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി റാങ്കിങ്ങിൽ 40ാം സ്ഥാനത്തെത്തി. അയർലൻഡിൽ മഴ. അയർലൻഡിൽ മഴ തിരികെ എത്തുന്നു. ഇന്നു മുതൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കും. ചൂട് കൂടും. കേരളത്തിൽ പകൽ സമയങ്ങളിൽ ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജില്ലകളിൽ അൾട്രാവയലറ്റ് മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.